ഞങ്ങൾ ആലോചിക്കേണ്ടത്, ഞങ്ങളിന്ന് ഹൈക്കോടതിയിൽ അഭിഭാഷകരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച് ഞങ്ങളും ആലോചിക്കുന്നുണ്ട്. അഭിമന്യുവിൻ്റെ പാർട്ടിക്ക് ഏതായാലും അഭിമന്യുവിനോട് താല്പര്യമില്ലെന്ന് മനസ്സിലായി. അഭിമന്യു കൊല്ലപ്പെട്ടപ്പോൾ ആ അഭിമന്യുവിൻ്റെ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ് കേരളത്തിലെ എല്ലാ മനുഷ്യ സമൂഹവും. അതിനകത്ത് CPM മാത്രമല്ല, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് അഭിമന്യുവിനെ പാർട്ടി കൈവിട്ടു, പക്ഷേ മതേതര വിശ്വാസികൾക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് അതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞങ്ങളും പരിശോധിക്കും. താങ്ക് യു. അതിനകത്ത് MSF ശക്തമായി സമരവുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ MSFുമായി സംസാരിച്ച് അതിനകത്ത് തീരുമാനമെടുക്കും. അല്ല, അത് ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടു നടന്നവരാരായിരുന്നു എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരും വ്യക്തമാക്കിയതാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിനും ബോധ്യമുള്ളതാണ്. 96 ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഇപ്പോഴും നമ്മുടെയൊക്കെ കൈവശമുണ്ടല്ലോ. അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള CPMൻ്റെ സമീപനം എന്തായിരുന്നു? അപ്പോൾ തങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആഹാ, തങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഓഹോ. ഇതാണ് CPMൻ്റെ സമീപനം. അതൊക്കെ കേരളീയ പൊതുസമൂഹം ബോധ്യപ്പെട്ടതാണ്, മനസ്സിലാക്കിയതാണ്. അതിനകത്ത് ഒരു ആത്മാർത്ഥതയില്ല. ഇപ്പോൾ പോലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം ചിലയിടങ്ങളിൽ അവരുമായി, അതിൻ്റെ തൊട്ട് മുമ്പാണെങ്കിൽ പരസ്യമായ സഖ്യമായിരുന്നു. ഇപ്പം എൻ്റെ നാട്ടിൽ, എൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഒരു നോട്ടീസ് എൻ്റെ കൈവശം ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ പത്രസമ്മേളനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈമാറാം. എൻ്റെ നാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടെ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നാണ് കൃത്യമായി പോസ്റ്ററിൽ അച്ചടിച്ചത്. അതൊക്കെ കേരളത്തിൽ പരസ്യമായിരുന്നില്ലേ? അല്ല, അത് അവർ പറയേണ്ട കാര്യമില്ല. ഞാൻ കണ്ടിട്ടില്ല അവരുടെ. അല്ല, അത് പിന്നെ പത്രങ്ങളിൽ വന്ന വാർത്ത ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചിട്ടില്ല. അത് പരിശോധിച്ചതിന് ശേഷം പറയാം. ഇത്ര വലിയൊരു വിഷയത്തെ വേറെ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയില്ല.